ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു പെപ്പർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമല്ലോ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇനി സവാള നന്നായി വാടിയ ശേഷം അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ, ആ ഒരു കുത്തൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 2 തക്കാളി, അത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ആ ഒരു തക്കാളി വെന്ത് വരുന്നത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. ഇനി വെന്ത് വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. കാരണം ചിക്കനിന് എന്തായാലും വെള്ളം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടത് വറ്റി നല്ലപോലെ ഇതേപോലെ ഡ്രൈ ആയിട്ട് വരണം. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പത്തിലും ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അത് ഇതിനൊപ്പം ഒരു കോമ്പോ കൂടി വേണ്ടേ. അപ്പോൾ അത് ഞാൻ തക്കാളി ചാറും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഹാ, സ്വർഗ്ഗം. ഇതേപോലെ സിമ്പിൾ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.